തിരഞ്ഞെടുപ്പ് കാലമാണ് നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ് ഈ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യും? ഇപ്പോൾ വരുന്ന പ്രതികരണങ്ങൾ അതിൻ്റെ ദിശ എങ്ങോട്ട് പോകുന്നുണ്ട്? കോൺഗ്രസിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ അഡമൻ്റായിട്ട് തള്ളി പറയുന്ന ആളുകളുടെ ശബ്ദവും കേട്ടു. അതേസമയം തല്ലിയും തലോടിയും ഒക്കെ തന്നെ രീതിയിലേക്കൊരു ഈ ഇടയ്ക്ക് തള്ളുകയുമില്ല അല്ലെങ്കിൽ കൊള്ളുകയുമില്ല അങ്ങനെയൊക്കെ എടുക്കുന്ന സമീപനങ്ങളുമുണ്ട്. അപ്പോൾ അതിൻ്റെ ഇനിയുള്ള കോൺഗ്രസിൻ്റെ മുന്നിലുള്ള മറ്റ് വഴികൾ എന്താണ് എന്നുകൂടി പരിശോധിക്കേണ്ടതോടൊപ്പം അഭിലാഷ് മോഹനും ആര്യപ്പയും ചേരുന്നുണ്ട്. അഭിലാഷ്, ഈ വിഷയത്തിൽ വരുന്ന പ്രതികരണങ്ങൾ കേട്ട് കാണും. ഇന്ന് രാവിലെ മുതൽ വന്ന ഒരുപാട് പ്രതികരണങ്ങളുണ്ട്. പ്രധാനപ്പെട്ട കെ മുരളീധരൻ തൊട്ട് ഉള്ള പ്രതികരണങ്ങളുണ്ട്. ഇന്ന് UDF കൺവീനറുടെ പ്രതികരണം ഉണ്ട്. ഈ പ്രതികരണങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു രണ്ട് സ്വഭാവത്തിൽ ഈ വിഷയത്തിൽ ഒരു ഭിന്നത കോൺഗ്രസിൽ രൂപപ്പെട്ടിട്ടുണ്ടോ? കോൺഗ്രസ് ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തിരുന്നു. ആ നടപടിയുടെ സ്പിരിറ്റിനൊപ്പം കോൺഗ്രസ് പാർട്ടി പൂർണ്ണമായും നിന്നിരുന്നുവെങ്കിൽ കോൺഗ്രസ് ഇന്ന് തലകുനിച്ച് നിൽക്കേണ്ടി വരുമായിരുന്നില്ല. കാരണം അത് രാഹുൽ മാത്രം ഉത്തരം പറയേണ്ട വിഷയമായി മാറിയേനെ. ഞങ്ങൾ അന്നേ നടപടിയെടുത്ത് കൃത്യമായ നിലപാടെടുത്തതാണെന്ന് കോൺഗ്രസിന് പറയാമായിരുന്നു. പക്ഷേ നടപടി കടലാസിലെടുക്കുകയും രാഹുലിനെ കോൺഗ്രസിൻ്റെ എല്ലാമായി പാലക്കാട് വിഹരിക്കാൻ അനുവദിക്കുകയും ചെയ്തതുകൊണ്ടാണ് കോൺഗ്രസിന് ഇന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രവർത്തകർ വീട് കയറുമ്പോൾ അവർക്ക് ജനങ്ങളോട് മറുപടി പറയേണ്ടി വരുന്നത് ഈ സാഹചര്യം കൊണ്ടാണ്. നോക്കൂ, ഈ വിഷയത്തിൽ ഓരോ നേതാവും എടുത്ത നിലപാട് നോക്കൂ. രമേശ് ചെന്നിത്തല കേരളത്തിലെ സീനിയോറിറ്റി നോക്കിയാൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖനായ നേതാവ് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല ആദ്യത്തെ ദിവസം മുതൽ ഈ വിഷയത്തിൽ ഖണ്ഡിതമായ നിലപാടെടുത്ത് വരുന്ന ആളാണ്. ഇന്ന് അദ്ദേഹം സസ്പെൻഷനേക്കാൾ കൂടുതൽ നടപടി വേണമായിരുന്നു എന്നെനിക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, രമേശ് ചെന്നിത്തല ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ ഒരു കാര്യം വളരെ പ്ലെയിനായിട്ട് അദ്ദേഹം പറഞ്ഞു. പാർട്ടിയുടെ മുമ്പിൽ വന്ന പരാതികളിൽ മെറിറ്റ് ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി എടുത്ത നടപടിയാണ്. അതിനപ്പുറമില്ലല്ലോ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല കൃത്യമായി ഇക്കാര്യത്തിൽ നിലപാടെടുക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തോടുള്ള അസൂയ കൊണ്ടോ മറ്റ് കെറിവ് കൊണ്ടോ ഒന്നുമല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ പദവിയും ഇദ്ദേഹത്തിൻ്റെ സ്റ്റേച്ചറും രണ്ടാണ്. രമേശിൻ്റെ വഴിമുടക്കി നിൽക്കുന്ന ആളല്ല. ഏതെങ്കിലും തരത്തിൽ വാത്സല്യമല്ലാതെ എന്തെങ്കിലും വിരോധം തോന്നേണ്ട കാര്യമില്ല. പക്ഷേ രമേശ് അങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് ബോധ്യമുള്ളതുകൊണ്ടാണ്. സതീശൻ്റെ കാര്യം നോക്കൂ. VD സതീശൻ രാഹുൽ മാങ്കൂട്ടത്തെ ഇത്രയും കാലം പ്രൊമോട്ട് ചെയ്ത, കൈവെള്ളയിൽ എന്നതുപോലെ കൊണ്ടു നടന്ന, ഏറ്റവും ഒടുവിൽ പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടുന്നതിൽ നിർണായക നിലപാടെടുത്ത ആളാണ് സതീശൻ രാഹുൽ മാങ്കൂട്ടത്തോട് മറ്റേതെങ്കിലും തരത്തിലുള്ള വിരോധമോ ഏതെങ്കിലും തരത്തിലുള്ള ഈർഷ്യോ ഒന്നുമില്ല. പക്ഷേ ഈ വിഷയത്തിൽ സതീശൻ ഖണ്ഡിതമായ നിലപാടെടുത്തു. അദ്ദേഹം മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞു, ഒരു കടൽ ഇളകി വന്നാലും ഞങ്ങളുടെ ബോധ്യത്തിൽ നിന്ന് മാറില്ല. കോൺഗ്രസ് പാർട്ടി അതിൻ്റെ ബോധ്യത്തിൽ നിന്ന് എടുത്ത നിലപാടാണ്. നോക്കൂ, ആ നിലപാടിന് അപ്പുറത്തൊന്നും പറയാനില്ല. അത്രയും ക്ലിയർ കട്ടായ നിലപാട് പ്രതിപക്ഷ നേതാവ് എടുക്കുന്നത് രാഹുലിനോടുള്ള എന്തെങ്കിലും വൈരാഗ്യം കൊണ്ടോ മറ്റെന്തെങ്കിലും കാര്യം കൊണ്ടല്ലോ, മറിച്ച് അതിന് മെറിറ്റ് കൊണ്ടാണ്. ഈ വിഷയത്തിൽ നടപടി എടുക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പ്രതിപക്ഷ നേതാവിനും രമേശ് ചെന്നിത്തലയ്ക്കും കേരളത്തിലെ രണ്ട് പ്രമുഖ കോൺഗ്രസ് നേതാക്കൾക്ക് ഉറച്ച നിലപാടുണ്ടായിരുന്നു. അവരത് പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും കോൺഗ്രസിലെ ഒരു വിഭാഗം പ്രവർത്തകരും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളും രാഹുലിന് അനുകൂലമായി നിലപാടെടുത്തതുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി ഇന്ന് ഈ തരത്തിൽ ബുദ്ധിമുട്ടുന്നത്. എന്തുകൊണ്ടാണ് മുതിർന്ന നേതാക്കൾ എടുത്ത നിലപാട് നോക്കൂ. അടൂർ പ്രകാശ് രാഹുൽ ഈശ്വർ പറയാത്തതിനേക്കാളും വിദണ്ഡമായ വാദങ്ങൾ AI ആണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് ഇല്ലാത്ത വാദങ്ങൾ ഉന്നയിക്കുന്ന ആളാണ്. അടൂർ പ്രകാശ് എടുത്തിട്ടുള്ള നിലപാട്, UDF കൺവീനറാണ് അടൂർ പ്രകാശ് എടുത്തിട്ടുള്ള നിലപാട് ഈ കാര്യത്തിൽ കോൺഗ്രസിനെ കോർണർ ചെയ്യുന്ന നിലപാടെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ സതീശിനോടുള്ള ഒരു തരത്തിലുള്ള പ്രശ്നം കൊണ്ടായിരിക്കും A ഗ്രൂപ്പിലെ നേതാക്കൾ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം സാങ്കേതികമായി A ഗ്രൂപ്പാണെന്ന് പറയാമെങ്കിലും ഇത് ഗ്രൂപ്പ് വികാരം കൊണ്ടല്ല. MM ഹസൻ തുടങ്ങി A ഗ്രൂപ്പിലെ തിരുവഞ്ചൂർ അടക്കമുള്ള നേതാക്കൾ A ഗ്രൂപ്പിന്റെ നേതാക്കൾ എടുത്തിട്ടുള്ള നിലപാട് ഒരു മെറിറ്റ് അനുസരിച്ചുള്ള നിലപാടല്ല, അവരുടെ വ്യക്തി താല്പര്യം അനുസരിച്ചുള്ള നിലപാടായിരുന്നു. അതെല്ലാം ഈ വിഷയം രാഹുൽ മാങ്കൂട്ടം മറുപടി പറഞ്ഞു പോകേണ്ട ഒരു വിഷയം എന്ന നിലയിലാവുന്നതിന് പകരം കോൺഗ്രസിന്റെ തലയിൽ ഇരിക്കാൻ പ്രധാനപ്പെട്ട കാരണം ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ള ഒരു തരത്തിലും നീതീകരിക്കാൻ കഴിയാത്ത നിലപാട് കൊണ്ടാണ്.